ഗസ്റ്റ് വരുമ്പോൾ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട് ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് ആയിട്ടുള്ള ഉമ്മാലിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. 1/2 ലിറ്റർ പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് സൈഡിലൊക്കെ ഇങ്ങനെ പാലൊക്കെ ഉള്ളതൊക്കെ പാലിലേക്ക് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ, സ്പാച്ചില വെച്ചിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് 3 മിനിറ്റ് നേരം ചെയ്തെടുക്കുക. ഈ ഒരു പാലിൻ്റെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാണ് വേണ്ടത്. ഏതിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രേ എടുക്കുക. ഞാനിവിടെ ഒരു പേപ്പർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. പേപ്പർ മോൾഡ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അതെനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഏതെങ്കിലും പാത്രത്തിലേക്ക് എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസ് അരികുവശം ബ്രൗൺ പാർട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു 7 എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മോൾഡിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഈ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ, ഇതൊന്ന് അബ്സോർബായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ മിൽക്കൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ആവട്ടെ. ഇനി 1 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/4 ടീസ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഇതൊക്കെ ബ്രെഡൊക്കെ നന്നായിട്ട് ആ മിൽക്കൊക്കെ അബ്സോർബായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ ചേർത്തോടെ. ഇതൊക്കെ മസ്റ്റായിട്ടും ചേർക്കണേ. ആ ചിരവിയ തേങ്ങ കൂടെ കടിക്കുമ്പോഴാണ് ഈ ഒരു ഡെസേർട്ടിന് പ്രത്യേക ഒരു ടേസ്റ്റ്. ഇത് ഈജിപ്ഷ്യൻ ഡെസേർട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് സെയിം മെത്തേഡ് അല്ല കേട്ടോ. അവർ ബ്രെഡിന് പകരം വേറൊരു ഐറ്റമാണ് ഉപയോഗിക്കുന്നത്. നമ്മളതിന് പകരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഷ്ടമുള്ള നട്സൊക്കെ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ബദാമും അതേപോലെ അണ്ടിപ്പരിപ്പും പിസ്തായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ആയിട്ട് പാലും ഫ്രഷ് ക്രീമും എല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ലൂസായിട്ട് പോവില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ലൂസായി പോവില്ല കേട്ടോ. നമ്മളിത് ബേക്ക് ചെയ്തെടുത്ത് വരുമ്പോൾ അത് സെറ്റായിട്ട് വരും. അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ അതല്ല നിങ്ങൾ ഇറക്കി വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു 25 മിനിറ്റ് പാനിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെയും ചെയ്താൽ മതി. സൈഡൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരും. സെൻറ്റർ ഭാഗം അത്ര ആയി നമുക്ക് തോന്നൂല, പക്ഷേ സൈഡൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പം എടുത്താൽ മതി. എന്നിട്ട് പുറത്തെടുത്ത് തണുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടെ നട്സോ അതുമാതിരി ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. എന്തായാലും ഇഷ്ടം. അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. തണുത്തതിന് ശേഷം ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറന്നുപോലെ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്